കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണത്തിന് ഹൈമാസ് ലൈറ്റിൽ നിന്നും വൈദ്യുതി ചിന്നക്കട ബസ് വേയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡിന്റെ ലൈറ്റുകൾക്കായാണ് നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത്. CPMന്റെ മോഷണത്തിനെതിരെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധത്തിനെ തുടർന്ന് താൽക്കാലിക നടപടിയുമായി KSEB. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, ഈ വൈദ്യുതി മോഷണം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. യുവമോർച്ചയുടെ മാർച്ച് നടന്നതിന് ശേഷമാണോ KSEBയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്? ദേവിക, യുവമോർച്ച പ്രവർത്തകർ ഈ KSEBയുടെ ഓഫീസിലെത്തി പരാതി ബോധിപ്പിക്കുകയും തുടർന്ന് ഉപരോധം സംഘടിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ പരാതി ഉയർന്നു വന്നിരുന്നു. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഈ ബോർഡ് അവിടെയുണ്ട്. ഇതിന് സമീപത്തായി ഒരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്. ഈ ഹൈമാസ് ലൈറ്റിൽ നിന്നും കണക്ഷൻ എടുത്താണ്, അനധികൃതമായി തന്നെ കണക്ഷൻ എടുത്താണ് ഈ ബോർഡിലേക്കുള്ള ഒരു ലൈറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പലയിടത്തും ഇത്തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ കർശനമായ നടപടിയെടുക്കണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെട്ടത്. CPMന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതലാണ് കൊല്ലത്ത് നടക്കുന്നത്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് ഈ ജില്ലയുടെ പല ഭാഗത്തും ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉള്ളത്. എന്തായാലും ഈ പൊതുജനങ്ങൾക്കായുള്ള ഹൈമാസ് ലൈറ്റ്, ആ ഹൈമാസ് ലൈറ്റിൽ നിന്നും കണക്ഷൻ അനധികൃതമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ലൈറ്റ് ഈ ബോർഡുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചത്. എന്തായാലും ഇതിൽ കർശനമായിട്ടുള്ള നടപടിയാണ് യുവമോർച്ച ആവശ്യപ്പെട്ടത്. യുവമോർച്ച പ്രവർത്തകർ ഈ ഉപരോധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് KSEBയുടെ വിജിലൻസ് വിഭാഗം ഈ സ്ഥലത്ത് എത്തുന്നതും പരിശോധന നടത്തുന്നതും. ഇതിൽ തന്നെ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഹൈമാസ് ലൈറ്റിന്റെ താഴെയുള്ള ബോക്സിൽ നിന്നും 2 വയറുകൾ ഈ ബോർഡിലേക്ക് പോകുന്നത്, അവിടെ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ഒരു വൈദ്യുതി മോഷണം തന്നെയാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ ഒരു അധിക ചാർജൊക്കെ ഈടാക്കി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് CPMന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച പ്രവർത്തകരാണ് ഇത് കണ്ടുപിടിക്കുന്നതും തുടർന്ന് KSEBയെ അറിയിക്കുന്നതും. എന്നാൽ KSEB ആദ്യഘട്ടത്തിലൊന്നും നടപടി സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീടാണ് ഓഫീസിലേക്ക് എത്തി ഉപരോധം സംഘടിപ്പിക്കേണ്ടി വന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ്. ഇതിൽ തന്നെ ഈ KSEBയുടെ ജീവനക്കാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ അറിയാതെ ഇത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്നും ഇത് കൃത്യമായും ആരുടെയെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിൽ കർശന നടപടി സ്വീകരിക്കണമെന്നതാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. ചിന്നക്കടയിലെ ബസ് വേയിലാണ് ഈ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ കാര്യങ്ങളൊക്കെ. അത്തരത്തിലൊരു ബോർഡിലേക്ക് പ്രകാശം പകരുന്നതിനാണ് ഈ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ലൈറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഹൈമാസ് ലൈറ്റിൽ നിന്നും, അതായത് MLA ഫണ്ടിൽ നിന്നും അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റിൽ നിന്നും ഈ ഒരു കണക്ഷൻ എടുത്തിട്ടുള്ളത്. അതും പരസ്യമായിട്ടുള്ള നിയമലംഘനം തന്നെയാണ് നടന്നിട്ടുള്ളത്. കർശനമായിട്ടുള്ള നടപടി തന്നെയാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. ശരി മനോജ്.